നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലെ എവർ ആഫ്റ്റർ ഗാർഡനിലാണ്. എൻ്റെ പുറകിൽ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ റോസസ്സാണ്, റോസസിൻ്റെ ലൈറ്റ്സാണ്. ഒരു ചാരിറ്റി റണ്ണിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫ്ലവറിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളോളമായി ഈ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർത്തിരിക്കാനും അവരുടെ ഓർമ്മകളാലുള്ള നിമിഷങ്ങളെ സ്മരിക്കാനുമുള്ള ശാന്തമായ ഒരു ഉദ്യാനമാണിവിടം. LED-യിൽ തീർത്ത 30,000-ലധികം വൈറ്റ് റോസസാണ് ഇവിടെ തിളങ്ങി നിൽക്കുന്നത്, ഈ ഒരു ഉദ്യാനത്തിൽ തിളങ്ങി നിൽക്കുന്നത്. ക്യാൻസർ ചാരിറ്റി ഫണ്ട് റൈസിൻ്റെ ഭാഗമായി 2019 വിൻ്റർ സമയം മുതലാണ് ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റലേഷൻ എവർ ആഫ്റ്റർ ഗാർഡനിൽ ഈ വൈറ്റ് റോസസ് വെച്ചിട്ട് ആരംഭിച്ചത്. വളരെ വൈകാരികമായൊരു ആംബിയൻസിൻ്റെയും വിഷ്വൽ ഇമ്പാക്റ്റിൻ്റെയും ചാരിറ്റി ഫണ്ട് റൈസിങ്ങിൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ഈ ഒരു എവർ ആഫ്റ്റർ ഗാർഡനിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. പക്ഷേ ഇവിടെ വരുന്നവർക്ക് വൈറ്റ് റോസ് ഡൊണേറ്റ് ചെയ്യാം. ഈ ഡൊണേറ്റ് ചെയ്യുന്ന വൈറ്റ് റോസ് കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരുടെ പേരെഴുതി ഇതുപോലെ ഈ ഒരു വൈറ്റ് റോസ് ഇവിടെ ഇങ്ങനെ വെക്കും. അത്തരത്തിൽ ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ ഡൊണേറ്റ് ചെയ്ത ഈ ചാരിറ്റി കൊണ്ടാണ് ഈ ഒരു ചാരിറ്റി റണ്ണ് ഇവർ വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ എത്തുന്നവർ ഈ ഒരു വൈറ്റ് റോസ് അവിടെ പണം കൊടുത്ത് വാങ്ങി ഈ ഒരു ഉദ്യാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂടി ഉൾപ്പെടുത്തുകയാണ്. അത്തരത്തിലാണ് അവരുടെ ചാരിറ്റി ഫണ്ട് റൈസിങ് ഇവിടെ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. ഈ ഒരു വൈറ്റ് റോസ് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അത് പ്രത്യേക ഒരു ആംബിയൻസും കൂടിയാണ്. എല്ലാ വർഷവും വിൻ്റർ സമയത്താണ്, ഏകദേശം നവംബർ 13 മുതൽ ഡിസംബർ 16 വരെയാണ് ഈ ഒരു എവർ ആഫ്റ്റർ ഗാർഡനിൽ ഈ ഒരു ഇൻസ്റ്റലേഷൻ അവർ നടത്തി വരുന്നത്. ഈ ഇൻസ്റ്റലേഷൻ ആരംഭിച്ച് ഇതിനോടകം തന്നെ 1.2 മില്യൺ തുകയാണ് ഇവർ സമാഹരിച്ചത്. ഇത് റോയൽ മാർസ്ഡൻ ക്യാൻസർ ചാരിറ്റിയിലേക്ക് ഡയറക്റ്റ് ഈ തുക പോവുകയാണ്. അത് ക്യാൻസർ രംഗത്തെ ഗവേഷണത്തിനും അതോടൊപ്പം തന്നെ ചികിത്സ, അതുപോലെ തന്നെ പരിചരണം മെച്ചപ്പെടുത്തൽ എന്നിങ്ങനെയായിട്ടുള്ള ആ ഒരു ചാരിറ്റി ഫണ്ട് റൈസിങ്ങിനാണ് ഈ ഒരു തുക ഉപയോഗിക്കുന്നത്. വിട്ടുപോയ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് അതിവൈകാരികമായി അവിടെ ഒരു വെളുത്ത റോസാപ്പൂ സമർപ്പിച്ച് അവരുടെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളെയും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാതെ ഈ വെളുത്ത റോസാപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാഴ്ച കണ്ട് അതിൻ്റെ റീൽസ് ചിത്രീകരിക്കുന്ന മറ്റ് ഒത്തിരി സഞ്ചാരികളെയും ഈ ഒരു എവർ ആഫ്റ്റർ ഗാർഡനിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്.